ഇനി നമ്മുടെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ പഠിച്ചു. അതായത് നമ്മൾ സൈറ്റിന് പേരിടും, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും. അതാണ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ. സെർവർ സ്പേസ് ഹയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവറിൻ്റെ കോഡ്, PHP കോഡ്, ഡാറ്റാബേസും എല്ലാം എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സെർവറിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ആ സെർവറിലെ സ്പേസ് മേടിക്കുന്നതിനാണ് സെർവർ സ്പേസ് ഹയറിംഗ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമ്മൾ വാടകയ്ക്കാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഹയറിംഗ്, വാടകയ്ക്ക് എടുക്കുന്നത്. ഇനി വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത സെർവറിലേക്ക് നമ്മൾ ഫയൽ കൊണ്ടിടുന്ന പരിപാടിക്കാണ് വെബ് ഹോസ്റ്റിംഗ്. ഫയൽസ്, പ്രോഗ്രാം ഫയൽസ് കൊണ്ടിടുന്നതിനാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അടുത്ത ടോപ്പിക്ക് ഫയൽ അപ്ലോഡിംഗ് പ്രൊസീജിയർ. അതായത് നമ്മളൊരു സെർവർ സ്പേസ് വാടകയ്ക്ക് എടുത്തു, നമുക്ക് ഫയൽ അവിടെ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള PHP ഫയൽസും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ ചിലപ്പോൾ ഒരു ഇമേജ് സൈറ്റിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഇമേജ് കൊണ്ടിടണം. അതുപോലെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് കാണും. അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു ഫയൽ സ്റ്റോർ ചെയ്തിട്ട് ആ ഫയൽ നമുക്ക് നമ്മുടെ ഈ പർട്ടിക്കുലർ നമ്മുടെ സിസ്റ്റത്തിൽ ഇട്ടിട്ടായിരിക്കും നമ്മൾ എല്ലാം എഡിറ്റൊക്കെ ചെയ്ത് കോഡൊക്കെ വർക്കിംഗ് ആക്കി എടുക്കുന്നത്. ആ വർക്ക് ചെയ്ത കോഡ് ഫൈനലി നമുക്ക് സെർവറിൽ കൊണ്ടിടണം. എന്നാലേ ഉള്ളൂ നമ്മുടെ സെർവർ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് സെർവറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതിനാണ് ഫയൽ അപ്ലോഡിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു PPT റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അപ്ലോഡ് ചെയ്യാനായിട്ട്, സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതിൻ്റെ പേരാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിയമങ്ങളാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് നിയമങ്ങൾ. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ചില നിയമങ്ങളുണ്ട്, അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതാണ് ഒരു ഫയൽ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു സെർവറിലേക്ക്, ലോക്കൽ സിസ്റ്റത്തിന് സെർവറിലേക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്താൽ രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും FTP ഉപയോഗിക്കാം. IP അഡ്രസ്സ് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ, യുവർ പേഴ്സണൽ കമ്പ്യൂട്ടർ, ടു അനദർ കമ്പ്യൂട്ടർ, വെബ് സെർവർ. ടു അനദർ കമ്പ്യൂട്ടർ, വെബ് സെർവർ എന്ന് പറയുന്നത് ആണ് നമ്മുടെ കേസിൽ ഏത് രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ, ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ. ഇപ്പോൾ വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വെബ് സെർവറിലേക്കാണ്. തിരിച്ചും ആവാം കേട്ടോ. ഇപ്പോൾ വെബ് സെർവറിൽ നിന്ന് നമുക്ക് ഡാറ്റാബേസ് ഡൗൺലോഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് അയാളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ആ ഫോട്ടോ നമുക്ക് അപ്പോൾ അയാൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെങ്ങോട്ട് വരും, സെർവറിൽ വരും. അങ്ങനെ സെർവറിൽ വന്ന ഫോട്ടോ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ, സിസ്റ്റത്തിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നമുക്ക് ആ ഫയൽ ചിലപ്പോൾ ഡൗൺലോഡ് എടുക്കുന്നതിൻ്റെ ആവശ്യം വരും. അങ്ങനെയെല്ലാം വരും. ആ കേസിൽ തിരിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് സെർവറിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. Commonly way to upload data to server is using FTP client. FTP client എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. അതായത് FTP ഉപയോഗിച്ച് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷനാണ്. ആപ്പ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ കമ്പ്യൂട്ടറിൽ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് FTP ക്ലയൻറ്റ് എന്ന് പറയുന്നത്. FTP ക്ലയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫയൽ ട്രാൻസ്ഫർ നടത്തുന്നത്. FTP ഉപയോഗിച്ചാണ് ഫയൽ ട്രാൻസ്ഫർ നടക്കുന്നത്. FTP ഉപയോഗിച്ച് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് FTP ക്ലയൻറ്റ്. FTP clients looks like file manager and you can copy, upload, download files from here from one computer to another computer. അത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് യു നീഡ് എൻ FTP ക്ലയൻറ്റ്. എക്സാമ്പിൾ, FTP ക്ലയൻറ്റിന് ഒരു എക്സാമ്പിളാണ് ഫയൽസില്ല എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഫയൽസില്ല, ദ ഫ്രീ FTP സൊല്യൂഷൻ. ഈ ഫയൽസില്ല എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരു FTP ക്ലയൻറ്റാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാം, നമുക്കൊരു ഫോട്ടോ സ്കാൻ ചെയ്യാനാണെങ്കിൽ ക്യാം സ്കാനർ എന്നൊക്കെ പറഞ്ഞ ആപ്പ് ഉണ്ടായിരുന്നു പണ്ട്. അത് നിരോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ പുതിയ ആപ്പുകളൊക്കെ വന്നു. എന്ന് പറഞ്ഞാൽ FTP ക്ലയൻറ്റിന് വേണ്ടി FTP ക്ലയൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന പല ആപ്ലിക്കേഷനുകളുണ്ട്. അതിൽ പല ആപ്ലിക്കേഷനിൽ ഒരെണ്ണമാണ് ഫയൽസില്ല എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഫയൽസില്ല നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഫയൽസില്ല ഫ്രീ ആയിട്ട് കിട്ടും. റൺ ഫയൽസില്ല ക്ലയൻറ്റ്. ഫസ്റ്റ് ഫയൽസില്ല ക്ലയൻറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം സെർവറിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഫയൽസില്ല ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്തിനാണ്, നമ്മുടെ സെർവറിലുള്ള ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയൽ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽസില്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിന് ഓട്ടോമാറ്റിക് കിട്ടും. ഏത് സെർവറിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രം ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കാണും.
അപ്പോൾ ഗോ ടു ഫയൽ, അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ മേളിൽ ഫയൽ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണും. ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈറ്റ് മാനേജർ എന്ന് പറയുന്നൊരു ഇത് വരും. സൈറ്റ് മാനേജർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ ന്യൂ സൈറ്റ് ബട്ടൺ ആൻഡ് ആഡ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ. ന്യൂ സൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ സൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു വിൻഡോ വരും. അവിടെ ഹോസ്റ്റ് നെയിം ആഡ് ചെയ്യുക. ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഓൾറെഡി ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവറിൻ്റെ നമ്മുടെ ഇതിൻ്റെ പേര് കൊടുത്താൽ മതി. നമ്മുടെ ഡൊമൈൻ നെയിം സിസ്റ്റം ഇല്ല, നമ്മൾ ഇട്ടേക്കുന്ന പേരെന്താണ് WPTC കളമശ്ശേരി എന്നാണെങ്കിൽ അത് കൊടുത്താൽ മതി. അത് കൊടുക്കുക. സെർവർ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ FTP ആയിരിക്കും കൊടുക്കുക. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് സെർവർ ടൈപ്പ് സെലക്ട് ചെയ്യുന്നത്. ലോഗ് ഓൺ ടൈപ്പ് ഒരു ഡ്രോപ്പ് ഡൗൺ ആണ്. അത് നോർമൽ വാല്യൂ ആണ്. നോർമൽ എന്നുള്ള ഡ്രോപ്പ് ഡൗൺ ആണ് സാധാരണ സെലക്ട് ചെയ്യുന്നത്. ലോഗ് ഓൺ എങ്ങനെ ലോഗ് ഓൺ ചെയ്യണം എന്നുള്ളതാണ്. നോർമൽ ലോഗ് ഓൺ ആണ്. യൂസർ എന്ന് പറയുന്നത് നമ്മൾ വെബ് സെർവറും ഹയർ ചെയ്യുമ്പോഴത്തേക്കും എന്താ തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു IP അഡ്രസ്സും അത് ആക്സസ് ചെയ്യാനായിട്ടൊരു പാസ്വേഡും നമുക്കൊരു IP അഡ്രസ്സ് തരും. ആ IP അഡ്രസ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും തരും. അപ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡും ആരാണ് തരുന്നത്? വെബ് സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന വെബ് സെർവർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. കെൽട്രോൺ പോലെയുള്ള കമ്പനികളൊക്കെ വെബ് സെർവറാണ്. അപ്പോൾ നമ്മൾ കെൽട്രോണോട് ചെന്നിട്ട് പറയുകയാണ്, എനിക്കൊരു ഫയൽ ഒരു സെർവർ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം വേണം, എനിക്ക് 1/2 GB സ്ഥലം വേണം, 0.5 GB വേണം എന്ന് പറഞ്ഞാൽ അവർ 0.5 GB അലോക്കേറ്റ് ചെയ്തിട്ട് അതിനൊരു IP അഡ്രസ്സ് ഇട്ടിട്ട് ആ IP അഡ്രസ്സ് നമുക്ക് തരും. എന്നിട്ട് പറയും നിങ്ങൾക്ക് ഈ യൂസർ നെയിമും ഈ പാസ്വേഡും ഉപയോഗിച്ചിട്ട് ആ സാധനം ആക്സസ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമുക്ക് ബേസിക്കലി വേണ്ടിയത് ആ IP അഡ്രസ്സ് അത് ഹോസ്റ്റിൽ കൊടുക്കും. അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ നെയിം അത് യൂസർ എന്നുള്ളതിൽ കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡിൽ കൊടുക്കും. ഇത് ആക്സസ് ചെയ്യാൻ പോകുന്നത് FTP ആണ്. ലോഗ് ഓൺ ചെയ്യേണ്ടത് നോർമൽ മോഡിലാണ്. അത്രയും ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ക്ലിക്ക് ഓൺ OK ബട്ടൺ ടു സേവ് ദ ചേഞ്ചസ്. എന്നിട്ട് അതിൽ OK ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെർവറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ആഡായി. യു ക്യാൻ നൗ കണക്ട് യുവർ വെബ് സർവീസ് നൗ. ക്ലിക്ക് ഓൺ ഫയൽ, സൈറ്റ് മാനേജർ. ഇനി അടുത്ത തവണ തൊട്ട് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് മാനേജർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉള്ളത് അവിടെ കാണും. അപ്പോൾ ആ സൈറ്റിൻ്റെ പേര് നമ്മൾ കൊടുത്തേക്കുന്ന പേര് അവിടെ കാണും. അത് സെലക്ട് ചെയ്തിട്ട് കണക്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആദ്യം പറഞ്ഞ ഒരു ഫയൽ എടുത്തിട്ട് ന്യൂ കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും വരുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് സൈറ്റിനൊരു പേര് കൊടുക്കാം, ഹോസ്റ്റ്. ഇവിടെ എന്താണോ ഹോസ്റ്റിൻ്റെ നെയിം അത് കൊടുക്കും. സെർവർ ടൈപ്പ് ഞാൻ പറഞ്ഞു FTP കൊടുക്കും. ലോഗ് ഓൺ ടൈപ്പ് നോർമൽ കൊടുക്കും. യൂസർ നെയിം നമ്മൾക്ക് അവർ തന്നേക്കുന്ന യൂസർ നെയിമും പാസ്വേഡ് അവർ തന്നേക്കുന്ന പാസ്വേഡും കൊടുക്കും. എന്നിട്ട് കണക്ട് ബട്ടൺ OK അടിച്ചു കഴിഞ്ഞാൽ അത് OK ആവും. പിന്നെ ഓരോ തവണയും ഫയൽ സൈറ്റ് മാനേജർ എടുത്തിട്ട് കണക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. ഇത്രയും ഡീറ്റെയിൽസ് ആദ്യത്തെ തവണ മാത്രം, അതായത് ഫയൽസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യത്തെ തവണ മാത്രം കൊടുത്താൽ മതി. രണ്ടാമത് ഈ ഡീറ്റെയിൽസ് അതിനകത്ത് സ്റ്റോർ ആവും. അപ്പോൾ ജസ്റ്റ് കണക്ട് മാത്രം പ്രസ് ചെയ്താൽ മതി. ഇനി ഒരു ഫയൽ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുമായിട്ടുള്ള മാർഗ്ഗമാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർവറുമായിട്ട് കണക്റ്റായി. You are now connected to the server. On the left side of the client there are files which are saved on your bus. ഇതൊരു 2 സൈഡുള്ള വിൻഡോ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ 2 സൈഡുള്ള വിൻഡോ കാണിക്കും. ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് നമ്മുടെ ലോക്കൽ മെഷീനാണ്. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സെർവറിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് സെർവറിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് കണക്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ എല്ലാം കാണും. റൈറ്റ് സൈഡിൽ സെർവറിലുള്ള ഡാറ്റ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബ്രൗസ് ചെയ്തിട്ട് എവിടെയാണോ നമ്മുടെ ഫയൽസ് എല്ലാം ഇട്ടേക്കുന്നത് അങ്ങോട്ട് ബ്രൗസ് ചെയ്ത് പോവുക. അപ്പോൾ on the left side of the client there are files which are saved on your personal computer. On the right side of the client there are files which are saved on your web server. അപ്പോൾ വെബ് സെർവർ ആദ്യം എടുക്കുമ്പോഴത്തേക്കും PHP ഓടാൻ വേണ്ടിയിട്ടുള്ള ബേസിക് പ്രോഗ്രാമൊക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അതേ കാണുള്ളൂ. പിന്നെ നമ്മൾ ഫയൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് click the right mouse button on the file on the left side of the client and select upload. Your files will be uploaded. On the right, click on the right mouse button on the files on the right side of the client or server and download, and your files will be downloaded to your computer. എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ടപ്പോൾ ഞാനിങ്ങനെ വന്ന ഒരു ഫയലിലെത്തി. ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇത് സ്ക്രീൻഷോട്ട് ആയതുകൊണ്ടാണ് കാണിക്കാത്തത്. ആക്ച്വൽ ആ ഓപ്പറേഷൻ ചെന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്ലോഡ് എന്ന് പറയും. അപ്ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ഫോൾഡറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡറിലേക്ക് അപ്ലോഡ് ആവും. അതിവിടെ കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഫയൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ സെർവറിലുള്ള ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അത് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആ ഫയൽ വരും. അങ്ങനെയാണ് ഫയൽ ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെർവർ ഫയൽസ് എല്ലാം
നമ്മുടെ ലോക്കൽ ഫയൽസ് എല്ലാം നമ്മൾ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ഫയൽ ട്രാൻസ്ഫർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സ്റ്റെപ്സ് ഇൻ ഫയൽ ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോട്ട് എഴുതിയെടുക്കുക. അടുത്തത് നമുക്ക് അപ്പോൾ ഇത്രയായി. ഫയൽ അപ്ലോഡിങ് പ്രൊസീജിയറായി. വെബ് ഹോസ്റ്റിംഗ് ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഇനി കണ്ടൻറ് മാനേജ്മെൻറ്റ് ടൂൾസും കണ്ടൻറ് മാനേജ്മെൻറ്റ് ടൂൾസിന് എക്സാമ്പിളുമാണ് ജൂംല. അത് സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സിനുള്ളിൽ തന്നെ അടുത്തൊരു ക്ലാസ് കൂടി നമുക്ക് തീർക്കാൻ പറ്റും. ഇതെല്ലാവരും കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.